എന്തുകൊണ്ട് ഇവിടെയുള്ള ഏത് കൊച്ചു കുട്ടിയെടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എന്ത് നേടി. അയ്യോ എനിക്ക് ഒളിച്ചു പോകുമ്പോ അയാൾ വന്നാ ഞാൻ നാട്ടിൽ നിന്ന്. പിണറായി വിജയൻ മോശം, 100% തോൽവിയായിരുന്നു പുള്ളി. കേരളം ഇത് അനുഭവിക്കണം, അനുഭവിച്ച് അങ്ങേറ്റം വന്നാലേ ഇവർക്കൊക്കെ ബുദ്ധി ഉദിക്കുള്ളൂ. ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ വെറുത്ത് നിൽക്കുകയാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളം ഇപ്പം അങ്ങേയറ്റം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ള ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. കാരണം അദ്ദേഹം അറിയാണ്ട് കേരളത്തിൽ ഒരു ഈച്ച പറക്കൂലെന്നാണ് പറഞ്ഞു നടക്കുന്നത്. ആ ഇരട്ടച്ചങ്കുകാരൻ്റെ മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കുന്നത് പോലും വളരെ വലിയൊരു തെറ്റാണ്. അടുത്ത തവണ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട് പേഴ്സണലി. ഒരു തവണ നമ്മൾ 2 തവണ ചെളിക്കുഴി ചവിട്ടി വീണ്ടും വീണ്ടും ചവിട്ടണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചവിട്ടാം. എനിക്കത് താല്പര്യമില്ല. അതൊരു കടുത്തൊരു ചോദ്യമാണ്. കാരണം ഇത്രയും രൂക്ഷമായിട്ടിരിക്കുന്ന സാഹചര്യം, കേരളത്തിൻ്റെ സാഹചര്യം വളരെ രൂക്ഷമാണ്. സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും എല്ലാത്തിനും കൃത്യമായ വിഭജനങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന പാർട്ടിയുടെ നേതാവ് വീണ്ടും ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണം എന്ന് ചോദിക്കുന്നത് പോലും വളരെ വലിയൊരു തെറ്റാണ്. സത്യം പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ ആഗ്രഹമുണ്ട്. കാരണം കേരളം ഇത് അനുഭവിക്കണം, അനുഭവിച്ച് അങ്ങേറ്റം വന്നാലേ ഇവർക്കൊക്കെ ബുദ്ധി ഉദിക്കുള്ളൂ. കാരണം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന് ഇപ്പോൾ എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങേറ്റത്തെ ഇതിലെല്ലാം പൂർണ്ണമായാൽ മാത്രമേ ഈ കേരള ജനത പഠിക്കുകയുള്ളൂ. അപ്പോൾ ഞാനത് പറഞ്ഞത് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ല, വലിയ താമസമില്ലാതെ BJPയുടെ അധികാരത്തിൽ വരും. കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ വൻ കുതിപ്പാണ് BJP നടത്താൻ പോകുന്നത്. അതിൻ്റെ പ്രതിഫലനം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവും. അയ്യോ എനിക്ക് ഒളിച്ചു പോകുമ്പോ അയാൾ വന്നാ ഞാൻ നാട്ടിൽ നിന്ന്. എന്താണ് പറയാൻ കാര്യം? അയ്യോ ജനദ്രോഹമുള്ള കാര്യങ്ങൾ മാത്രം എണ്ണിപ്പിടിച്ച് ചെയ്യണത്. അവന് ഒരു വിദേശയാത്രക്ക് പോയ വീട്ടിലുള്ള കൊച്ചുകുട്ടി കുഞ്ഞുങ്ങളെ എല്ലാം പെറുക്കിക്കൊണ്ടുപോകും. അതൊന്നും നരേന്ദ്രമോദി ചെയ്യണ പണിയല്ല. നരേന്ദ്രമോദി അവിടെ പോയാലും ഒറ്റക്ക് പോകും, സ്വീകരണം മേടിക്കും, ചെയ്യേണ്ടത് ചെയ്യും. ഇത് വെറുതെ പോയി അവിടെ ഞാൻ അത് ചെയ്തു എന്ന് പറയണല്ലാതെ ഒന്നും ഞാൻ ഒട്ടും ആഗ്രഹിക്കണില്ല. മനുഷ്യരിനെ കാണാൻ വരെ. പിണറായി വിജയൻ ദേവസ്വം കൊള്ളടിക്കാനേ പറ്റുള്ളൂ അദ്ദേഹത്തെ കൊണ്ട്. ശബരിമലയിൽ 4 കിലോ സ്വർണ്ണമാണ് മോഷ്ടിച്ചത്. അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്. അദ്ദേഹം അറിയേണ്ടതൊന്നും നടക്കൂല. നിരീശ്വരവാദികൾക്ക് ഈ ദേവാലയങ്ങളോ ഒക്കെ ഭരിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അത് മാറണം, വിശ്വാസികളെ ഏൽപ്പിക്കണം. ഈ രണ്ട് മുന്നണികളെയും ജനങ്ങൾ വെറുത്ത് നിൽക്കുകയാണ്. ജനങ്ങൾക്കൊരു ഭയാശങ്കയുണ്ട്, വോട്ട് പാഴായി പോവോ NDAക്ക് ചെയ്താൽ. അത് മാറിക്കിട്ടും ഈ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനോടുകൂടി. ആ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ 2026 നടക്കുന്ന അസംബ്ലി ഇലക്ഷനിൽ NDA വളരെ മുന്നോട്ട് പോകും എന്നുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരാഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും വരും. അതൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതിനെ മറികടന്നുകൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നതാണ് ഈ ദിവസത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇല്ല, താല്പര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളം ഇപ്പം അങ്ങേയറ്റം നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കായിട്ടുള്ള വികസനം പോലും കേരളത്തിൽ നടക്കുന്നില്ല. അപ്പോൾ സാധാരണക്കാരിയായ എനിക്കും സാധാരണ ജനങ്ങൾക്കും അടിസ്ഥാന വികസനങ്ങൾ വളരെ അത്യാവശ്യമാണ്. അത് ഒരു തരത്തിലും നമുക്കിവിടെ നടന്നുകൊണ്ടിരിക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷം നടന്നിട്ടുമില്ല ഒന്നും. ഒരിക്കലും ആഗ്രഹമില്ല. എന്തുകൊണ്ട് ഇവിടെയുള്ള ഏത് കൊച്ചു കുട്ടിയെടുത്ത് ചോദിച്ചാൽ അറിയാൻ പറ്റും കേരളം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളം എന്ത് നേടി. കേരളത്തിലെ ഓരോ ജില്ലകൾ തോറും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് നേടി? ഒന്നും നേടിയിട്ടില്ല. കേരളം ഒരു വട്ടപൂജയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും പോയിക്കൊണ്ടിരിക്കും. ഇനിയും ഭരണം, ഈ ദുർഭരണം വന്നു കഴിഞ്ഞാൽ ഇനിയും ഗതികേടിലേക്ക് പോകുന്നുള്ള യാതൊരു സംശയമില്ല. ഇല്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇപ്പോഴും നടക്കുന്ന നമുക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളാണ് പിണറായി വിജയനെ കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള. ഒന്നാമതായിട്ട് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടവർ തന്നെ കൊള്ള ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ്. അതായത് നമ്മുടെ അയ്യനെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ സംരക്ഷിക്കേണ്ടതാണ്. അവിടെ തന്നെ വേലി തന്നെ വിളവ് നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു
ഭരണം കാഴ്ചവെക്കുകയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ജനങ്ങൾക്ക് ഇനി അദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് ആ വിശ്വാസം തകർത്തു. ഒരു അയ്യപ്പൻ്റെ പവിത്രമായ സ്ഥലം തന്നെ കൊള്ളയടിച്ചവരെ, അതുമാത്രമല്ല പല ക്ഷേത്രങ്ങളിലും കൊള്ളയടിച്ചതായിട്ട് ഇപ്പം അയ്യനെ തൊട്ട് കളിച്ചപ്പോഴത്തേക്കാണ് ശരിക്കും അത് രംഗത്തേക്ക് വന്നത്. മറ്റുള്ള ഇനി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ്. പിന്നെ അതുകൊണ്ട് ഇനി ഒരിക്കലും പിണറായി വിജയൻ ഭരണത്തിലേക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പിണറായി വിജയനാണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഈ ലോകം മുഴുവനും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. എവിടെ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും മോദി കൊടുക്കുന്ന പൈസ പോലും വേറെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ഒരാൾ. എന്താണ് പിണറായി വിജയനെ പറ്റി പേഴ്സണലി അഭിപ്രായം? ഒരു അഭിപ്രായമില്ല പുള്ളിനെ പറ്റി, നല്ലൊരു അഭിപ്രായമില്ല. ഇത്ര നാൾ നടന്ന ഒരു ഭരണത്തിൽ ചേട്ടൻ തൃപ്തനാണ്? ഒരു 100% തോൽവിയായിരുന്നു പുള്ളി. പിണറായി വിജയൻ മോശം. എന്തുകൊണ്ടാണ് മോശം എന്ന് പറയാൻ കാരണം? ഒന്നുമില്ല, ഒരു സഹാക്കളെ കട്ടുപിടിക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളെ വിശ്വാസം വരെ കളങ്കപ്പെടുത്തിയ ആളാണ്. കാരണം ആചാരങ്ങൾക്ക് ഭംഗം വരുത്തിയ ഒരാളാണ് ബിന്ദുവാമണി. അതോടുകൂടി കേരളത്തിൽ ഒരുപാട് അനിഷ്ട സംഭവങ്ങളുണ്ടായി. ഇപ്പം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ തന്നെ കൊണ്ടുപോയത് അദ്ദേഹം അറിയാണ്ടൊന്നും നടക്കില്ല. കാരണം അദ്ദേഹം അറിയാണ്ട് കേരളത്തിൽ ഒരു ഈച്ച പറക്കില്ലെന്നാണ് പറഞ്ഞു നടക്കുന്നത്. ആ ഇരട്ടച്ചങ്കുകാരൻ്റെ മുമ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒരു താല്പര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ള ഇത് നമുക്കറിയാം, ശബരിമല ഇത്രയും കോടാനുകോടി ഭക്തജനങ്ങൾ വിശ്വാസമർപ്പിച്ച ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ശബരിമലയാണ്. അവിടെ പോലും അഴിമതി നടത്തുന്ന ഒരു സർക്കാരിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അത് കൂടാതെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇത്രയും നാളായിട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ എന്താണെന്നും അതൊക്കെ ജനങ്ങൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ സർക്കാരിനോട് ജനങ്ങൾക്ക് താല്പര്യമില്ല. തീർച്ചയായിട്ടും ആഗ്രഹമില്ല. കാരണം പുള്ളി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മോശമായിട്ടുള്ള രീതിയാണ്. സമൂഹത്തിനും ക്ഷേത്രങ്ങളായാലും സമൂഹത്തിലുള്ള മറ്റുള്ള എല്ലാവർക്കും വേണ്ടിയാണ് മോശത്തിലോ ചെയ്തിട്ടുള്ളതെന്നുള്ള നമ്മുടെ ഒരു വിലയിരുത്തൽ. മാറട്ടെ. ഈ പുള്ളി തന്നെ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ മുമ്പോട്ട് പറ്റേ, എന്നാൽ അവർക്ക് ചാൻസ് കിട്ടുള്ളല്ലോ. ഇല്ല, അങ്ങനെയല്ല പറഞ്ഞ എല്ലാവർക്കും ഒരേ ഇതുണ്ടാവില്ലല്ലോ. ടാക്സ് കൊടുക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ താങ്കൾ ഈ പറയുന്ന പിണറായി വിജയന്റെ ഭരണത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? തൃപ്തനാണ്? അല്ല. എന്തുകൊണ്ടാണ് അല്ലാത്തത്? എന്താന്ന് വെച്ചാ ആ സാറ് ചെയ്യണ എൻ്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിലെ ഒരു നല്ല ആളെ വെക്കട്ടെ. പേഴ്സണലി ഇപ്പോൾ എനിക്ക് ഇപ്പോൾ 3 കൊല്ലമായല്ലോ, അല്ല അടുത്ത് വരുമ്പോൾ 3ാമത്തെ പ്രാവശ്യമാണല്ലോ. അപ്പോൾ എനിക്കങ്ങനെയല്ല, എനിക്കിപ്പോൾ വേറെ പുതിയ ആൾക്കാർ വരണമെന്ന് നമ്മൾ നാടല്ല. അപ്പോൾ പുതിയ ആൾക്കാർ വന്ന് നല്ലത് ചെയ്യുന്നവർ ആര് വന്നാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. പുതിയ ആൾക്കാർ വന്നാൽ നല്ലതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും.